ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു കേട്ടാ. വേറെ ഒന്നല്ല കേട്ടാ, വൈകിട്ടന്റെ സ്കൂളിൽ ഇന്നാണ് ഓണാഘോഷം. വീട്ടിലെ അമ്മമാർക്കും എല്ലാവർക്കും ഓണാഘോഷത്തിലേക്ക് പോവാട്ടാ. അപ്പൊ ഞാൻ 9 മണി നമ്മൾക്ക് പണികളൊക്കെ കഴിച്ച് 9 മണിക്ക് അവിടെ എത്തണ രീതിക്ക് പോണേട്ടാ. അപ്പൊ അതിന്റെ വെപ്രാളത്തിലാണ് കേട്ടോ ഞാൻ കിടന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, വൈകിട്ടന്റെ സ്കൂളിൽ സദ്യക്കുള്ള ഒരു തരം കറി നമ്മൾ ഓരോരുത്തർ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. അപ്പൊ 30 പേർക്കുള്ള വെള്ളഷ്ടു പറഞ്ഞിട്ട് ടീച്ചർ എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കണം കേട്ടോ ഇതിന്റെ ഇടയിൽ. ആദ്യം തന്നെ ഇഡ്ലി മാവ് ഒഴിച്ചത് ഇഡ്ലി തട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ദേ അതിലേക്കുള്ള സാമ്പാറാണ് റെഡിയാക്കണം. പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ട് ദേ അതിലേക്ക് കായപ്പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ദേ ആദ്യം തന്നെ അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് അവിടെ ഇരുന്ന് ആയിക്കോ. ഇന്നലത്തെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും സാമ്പാറിലേക്കുള്ള വറവും അതുപോലെ തന്നെ ഇഷ്ടുകറി വെക്കാനായിട്ട് സബോളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് പണികളൊക്കെ വളരെ എളുപ്പമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദേ വെള്ളഷ്ടു വെക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും സബോളയും അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, പച്ചമുളക് ദേ 3 ഞാൻ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ട് അധികം ഇടണില്ല, അധികം എരിവ് വേണ്ടല്ലോ അവർക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ദേ കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ അതും അടപ്പത്തേക്ക് ഞാൻ മാറ്റി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് ഇറക്കിയിട്ടാണ് ഞാൻ ഇത് അങ്ങോട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോഴേക്ക് ഇഡ്ഡലി ഒരുവിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആദ്യം ഞാൻ മാറ്റിയിടാന്ന് വിചാരിച്ചു, അടുത്ത തട്ട് വെക്കാമല്ലോ. അപ്പോഴേക്കും ഞാൻ വെന്ത പരിപ്പിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വറവ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതൊന്ന് അരച്ചെടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. വറവേക്ക് ഞാൻ ഒരു പിടി നാളികേരം, 4 വറ്റൽമുളക്, ചെറുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി 2-3 എണ്ണം, പിന്നെ ഉലുവ കുറച്ച്, വേപ്പിൻ്റെ ഇല, ഇതൊക്കെ നന്നായി മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ചെയ്തത്. അരച്ച് വെച്ച മിക്സ് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. അത് ഓരോ കുക്കറിനെ അപേക്ഷിച്ചിരിക്കും. ചിലയിടത്ത് 1 വിസിൽ മതി, എൻ്റെ കുക്കറിന് 2 വിസിൽ വേണം കേട്ടോ. അപ്പോൾ അതങ്ങനെ അടച്ചത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ. 2 വിസിലിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വറവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫ്രൈ പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എത്ര ഉള്ളോട്ടെ നമ്മളുടെ വറുത്തരച്ച സാമ്പാർ. പിന്നെ ഞാൻ വെള്ളഷ്ടത്തിലേക്കുള്ള നാളികേരം ഇന്നലെ തന്നെ ചെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 നാളികേരം എടുക്കേണ്ടി വന്നു. നാളികേരം മിക്സിയിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണ്ട കേട്ടോ. 1-ാം പാല് നന്നായി പിഴിഞ്ഞെടുത്തു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പാല് കൂടണ്ട കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് 1-ാം പാല് കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നന്നായി ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒന്ന് കുറുകി വന്നതിന് ശേഷം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡി. പിന്നെ വൈകിട്ടത്തിന് നേരെ കുളിപ്പിച്ച് അവനുള്ള ഇഡ്ഡലി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. വൈകിട്ടന്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ ബൈ, സീ യു.